ഹലോ, നമസ്കാരം. ഇന്ന് ജൂൺ 1. നവാഗതരായി 3,00,000-ലധികം പിഞ്ചു കുരുന്നുകൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസിലെ സ്കൂളുകളിലേക്ക് പ്രവേശിക്കുകയാണ്. പുതിയൊരു അധ്യയന വർഷം തുടക്കമാവുകയാണ്. ഇതിനുപരി മുൻ ക്ലാസ്സുകളിലെ കുട്ടികൾ ഇങ്ങനെ സ്കൂളുകൾ തിരക്കാവുകയാണ്. നമ്മുടെ തെരുവ് വീഥികൾ തിരക്കാവുകയാണ്. വലിയ ട്രാഫിക് ജാമുകൾ ഉണ്ടാകാം. പോരാത്തതിന് തിമിർത്ത് പെയ്യുന്ന മഴ സാർവത്രികമാണ്. വേനൽക്കാലം മാറി മഴക്കാലം വരവായതോടുകൂടി തന്നെ ഒട്ടനവധി മഴക്കാല രോഗങ്ങളും വരവായിട്ടുണ്ട്. ഇത്തരുണത്തിൽ നമ്മുടെ കുട്ടികൾ ആരോഗ്യവാന്മാരായി സ്കൂളിൽ പോയി പഠനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തുന്നത് വരെ വീട്ടിലെ രക്ഷകർത്താക്കൾക്ക് ഉള്ളിൽ നെരിപ്പോട് എരിയുകയാണ് എന്നുള്ളതാണ് പരമാർത്ഥം. പെട്ടെന്ന് ഓർത്തെടുത്ത ഏതാനും ചില ആരോഗ്യ അവബോധ സന്ദേശങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതിരാവിലെയുള്ള ഈ വീഡിയോയുടെ സതുദ്ദേശപരം ആയ ചിന്ത. ഏവരും ഇവ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. മറ്റ് കൂട്ടായ്മകളിലേക്ക് പങ്കിടുമെന്നും കരുതുന്നു. ഒന്നാമത്തെ കാര്യം മഴയാണ്. ഈ കുട ഓട്ടോമാറ്റിക്കായിട്ട് സ്വിച്ച് അടിക്കുമ്പോൾ നിവരുന്ന കുടകൾ സാർവത്രികമാണ്. നമ്മുടെ കുരുന്നുകൾക്ക് നമ്മൾ ഇത്തരം കുടകൾ വാങ്ങിക്കൊടുക്കാൻ ഇടയുണ്ട്. അപ്പോൾ കുട്ടിയെ ഈ കുട നിവർക്കുന്ന രീതി നന്നായിട്ട് ട്രെയിൻ ചെയ്ത് വേണം സ്കൂളിലേക്ക് വിടാൻ. കുഞ്ഞ് ഇത് പെട്ടെന്ന് കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് ഈ കുട നിവർക്കാൻ ശ്രമിക്കുമ്പോൾ അടുത്ത് നിൽക്കുന്ന കുട്ടികളുടെ കണ്ണിൽ ഈ കുടയുടെ കമ്പി കൊള്ളാനുള്ള സാധ്യത കൂടുതലാണ്. മറ്റൊരു കാര്യം, ജലദോഷപ്പനിയും ചുമയും കഫക്കെട്ടും ഒക്കെ കുഞ്ഞുങ്ങൾക്കിടയിൽ ഇപ്പോൾ സാർവത്രികമാണ്. അപ്പോൾ അവർ ഈ വാട്ടർ ബോട്ടിൽ പങ്കിട്ട് വെള്ളം കുടിക്കുന്ന ഒരു ശീലമുണ്ടാകും. സിപ്പിങ് വാട്ടർ ബോട്ടിലുകളാണ് പലരുടെയും കയ്യിലുള്ളത്. അപ്പോൾ ജലദോഷപ്പനിയൊക്കെ ഉള്ളൊരു കുട്ടി എത്ര കൂട്ടുകാരായാലും അല്ലെങ്കിൽ ചേട്ടാനുജന്മാരായാലും ഇരട്ടകളായാലും അവർ പരസ്പരം ഇത് കൈമാറി കുടിക്കുന്നത് ഇത്തരം പകർച്ചവ്യാധി രോഗങ്ങളുടെ പടരലിന് സാധ്യത ഏറ്റും. മറ്റൊരു കാര്യം, സ്നാക്സായി കൊടുത്തുവിടുന്ന സാധനങ്ങൾ പല സ്കൂളുകളും നിഷ്കർഷിക്കുന്നത് കേക്ക് കൊടുത്തുവിടണം, അങ്ങനെ ചില പ്രത്യേക കാര്യങ്ങൾ അല്ലെങ്കിൽ റെഡിമെയ്ഡായിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തുവിടാനാണ് രക്ഷകർത്താക്കൾക്കും താല്പര്യം. പല സ്കൂളുകളും അത്തരത്തിൽ പറയാറുമുണ്ട്, ബിസ്ക്കറ്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഒരു പരിധിവരെ ഇത് സ്കൂളുകാർ നിർദ്ദേശിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം വ്യത്യസ്തമായ സ്നാക്സുകൾ കൊണ്ടുവരുമ്പോൾ അവ മറ്റു കുട്ടികൾക്ക് അതിനോടൊരു കമ്പം തോന്നുകയും അത് പങ്കിടാനും വലിയ നടത്താനും ഒക്കെ സാധ്യതയുണ്ട്. കുഞ്ഞുങ്ങളല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനാണ് അവരെല്ലാവരിലും ഒരേ സ്നാക്സ് നിഷ്കർഷിക്കുന്നത്. പക്ഷേ ഈ സ്നാക്സ് നിഷ്കർഷിക്കുമ്പോൾ അവ പല്ലിനിടയിൽ പറ്റിയിരിക്കാത്തതും ആരോഗ്യകരമായതും കയ്യിലധികം പറ്റാത്തതും ഒക്കെ ആയിട്ടുള്ള വൃത്തിയാക്കാൻ ഒരു പക്ഷേ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കാറുമുണ്ടാവില്ല. അപ്പോൾ ഇത് ദന്തരോഗങ്ങൾക്ക് കാരണമാക്കും. പല്ലിനിടയിലൊക്കെ കുടുങ്ങുന്ന ടൈപ്പ് ഫുഡ് കൊടുക്കാതിരിക്കുക. ഉദാഹരണത്തിന് ഇഡലിയാണ് രാവിലെ ഉള്ളതെങ്കിൽ ഒരു ഇഡലി 4ആയിട്ട് കട്ട് ചെയ്ത് അതിനെ ഒന്ന് അധികം മസാല ചേർക്കാതെ ഒന്ന് കടുവറുത്ത് അതിൽ ഒരു ചെറിയ 4ആയിട്ടോ 6ആയിട്ടോ കട്ട് ചെയ്തിട്ട് ചെറിയൊരു സ്പൂൺ ഇട്ട് കൊടുത്തു വിട്ടാൽ അത് കൂടുതൽ ആരോഗ്യകരമായിരിക്കും. അല്ലെങ്കിൽ ഞാലിപ്പൂവൻ പോലുള്ള പഴങ്ങൾ അല്ലെങ്കിൽ ഏത്തപ്പഴം അത് വട്ടം വെട്ടി ആയിട്ട് ശർക്കര കൂടെ ഇട്ട് ഒരു ചെറിയ സ്പൂൺ ഇട്ട് കൊടുത്തു വിട്ടാൽ അത് സ്നാക്സായിട്ട് ഉപകരിക്കും. അപ്പോൾ ഇത് എൻ്റെ കേവലമായ ചില നിർദ്ദേശങ്ങൾ മാത്രമാണ്. നിങ്ങൾ അതിന് നിങ്ങളുടേതായ നീക്കുപോക്കുകൾ വരുത്തുമെന്ന് കരുതട്ടെ. പിന്നെ കുഞ്ഞുങ്ങളുടെ യൂണിഫോം കോഡിൽ പലപ്പോഴും ഷൂ അല്ലെങ്കിൽ ക്യാൻവാസ് ഷൂ, കട്ട് ഷൂ ഒക്കെ ഇന്ന് സാർവത്രികവും നിർബന്ധിതവുമാണ്. അപ്പോൾ ഈ രാവിലെ കുളിച്ച് ഉടനെ അല്ലെങ്കിൽ കൈകാലൊക്കെ കഴിയുന്നതിന് ശേഷം ഓരോ വിരലിൻ്റെയും ഇടയിൽ നന്നായിട്ട് തുടയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈർപ്പത്തോടെ സോക്സ് ഇടാതിരിക്കുക. ഇത് കാൽപാദങ്ങളുടെ ഇടയിൽ വിരലുകൾക്കിടയിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഏറ്റും. അത് ശ്രദ്ധിക്കണം. മെഡിക്കൽ ഷോപ്പുകളിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുന്ന ഒരു ലിക്വിഡ് വാങ്ങാൻ കിട്ടും. 20-30 രൂപ കൊടുത്താൽ കിട്ടും 100 ml. അത് തുറന്നു വയ്ക്കരുത്. തുറന്നു വച്ചാൽ അത് വെള്ളമായി പോവും. അതിൽ ഒരു മോളിക്യൂൾ ഓക്സിജൻ ഫ്രീ ആയും പോവും.
അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അടച്ച് സൂക്ഷിക്കണം. അതിൻ്റെ പ്ലഗിൽ ഒരു സേഫ്റ്റി പിൻ വെച്ചൊരു ചെറിയ ഹോളിട്ടാൽ ഈ സ്കൂളിൽ നിന്ന് കുഞ്ഞ് വരുമ്പോൾ ഈ മഴവെള്ളമൊക്കെ കാലിൽ വീണ് നഖത്തിനിടയിൽ ചേറുമൊക്കെ ആയിട്ടാണ് വരുന്നതെങ്കിൽ കാല് കഴുകി കുളിപ്പിച്ചതിനൊക്കെ ശേഷം ഇത് ഇങ്ങനെ ചേറ് വീണിട്ടുണ്ടെങ്കിൽ നഖത്തിനിടയിൽ ഇത് ഇറ്റിച്ചാൽ നഖത്തിനിടയിൽ പോയ ഈ ചേറ് ഇങ്ങനെ പതഞ്ഞ് പുറത്തോട്ട് പോകും. വീണ്ടും ചൂടുവെള്ളം ഇത് കഴുകി തുടച്ച് ഈർപ്പം മാറ്റുക. ഇക്കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊരു കാര്യം, ഈ കുഞ്ഞുങ്ങൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ചെളിവെള്ളം ചിലപ്പോൾ ഒരുപക്ഷെ ഫുട്ബോളിൻ്റെ അവിടെ കാണാം. അവിടെ നിന്ന് എടുത്ത് മറു സൈഡിലോട്ട് ചാടാനുള്ള സാധ്യത ഈ കുരുന്ന് കുസൃതികൾക്ക് കൂടുതലാകും. അപ്പോൾ അവിടെ സ്ലിപ്പ് ചെയ്തിട്ട് കുഞ്ഞ് വീഴാനായിട്ടുള്ള സാധ്യത കൂടും. പടികൾ ഓടി കയറരുത് എന്നുള്ള കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ട്. അത് പരിശീലിപ്പിക്കേണ്ടതുണ്ട്. പടികൾ ഇന്ന് എല്ലാ പ്രൈമറി സ്കൂളുകളിൽ പോലും 2-3 നിലയൊക്കെ ഉണ്ടാകും. അപ്പോൾ കുഞ്ഞുങ്ങൾ ഇവിടെ ഓടി കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ നോക്കണം. പിന്നെ മഴക്കാലമാണ്. വെള്ളം കുടിക്കുന്ന കാര്യം പലർക്കും ദാഹം അധികം ഉണ്ടാകണമെന്നില്ല. പക്ഷേ മഴക്കാലത്തും മൂത്രാശയ രോഗങ്ങൾ പ്രബലമാകാൻ ഇടയുണ്ട്. അത് ശ്രദ്ധിക്കാൻ പറയണം. ഇത്തരം ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വലിയ വലിയ ആപത്തുകളിൽ നിന്ന് നമുക്ക് ഒഴിവാകാൻ കഴിയും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ബസ് റോഡിൻ്റെ മറു സൈഡിലാണെങ്കിൽ പോലും രക്ഷിതാക്കളെ കാണുമ്പോഴും അല്ലെങ്കിൽ വീടണഞ്ഞതിൻ്റെ സന്തോഷ പ്രകടനത്താലും കുഞ്ഞ് ഇരുപുറം നോക്കാതെ തന്നെ റോഡ് ഓടി ക്രോസ് ചെയ്യാനുള്ള സാധ്യതയേറും. മഴക്കാലമാണ്, മറ്റ് വാഹനങ്ങൾ പാഞ്ഞു വരുന്നുണ്ടാവും. വളരെയേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏവരും ഇക്കാര്യങ്ങൾ, ഈ ചെറിയ കാര്യങ്ങൾ കരുതലോടെ ശ്രദ്ധിക്കുമെന്ന് കരുതട്ടെ. ഏവർക്കും പുതിയൊരു അധ്യയന വർഷത്തിലേക്ക് ആരോഗ്യപരമായ ഒരു ജീവിതക്രമത്തിലൂടെ, അതിജീവന ശേഷിയിലൂടെ വിദ്യയുടെ ഉന്നതമായ പടവുകളിലെത്തിപ്പെടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.